നിങ്ങളാരാ? ഞാൻ ആന്റണി, CI കാലടി പോലീസ് സ്റ്റേഷൻ. സാർ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഞാൻ ശ്രീദേവിയാ, രാജുവിന്റെ അമ്മ. സാറിന്റെ പേരിലൂടെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ആരോ ഡോറിലുകൊണ്ട് വെച്ചത്. ഇത് രാജീവിന്റെ ഫോണ് പോലെയുണ്ട്. അവന്റെ പാസ്വേഡ് എനിക്കറിയില്ല. എന്റെ മോള് പറയാറുള്ള പോലെ മരിച്ചവർക്കും നീതി വേണം. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ വേണം അത് വാങ്ങിക്കൊടുക്കാൻ. ആന്റണി സാറേ, ഇവനെവിടെ കൊണ്ട് ഒളിപ്പിച്ചിരുന്നെങ്കിലും ഞാൻ കണ്ടുപിടിച്ചേനെ. സാറേ, പട്ടികളുടെ വെറി അത് വിശപ്പിന്റെ ആയാലും കാമത്തിന്റെ ആയാലും അടങ്ങണം, അടക്കണം. അവന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ അവനെ രക്ഷിക്കാം. പക്ഷെ എന്റെ മോളെങ്ങനെയായിരിക്കില്ലേ കരഞ്ഞുണ്ടാവുക? നിങ്ങൾ പോലീസുകാർക്ക് യൂണിഫോമിന്റെ കട്ട് കാരണം ആ കണ്ണീരിന്റെ ചൂട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനിയത് നിങ്ങൾക്ക് മനസ്സിലാവും. നീ ആന്റണി സാർ എന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ രണ്ടാമൻ. എന്റെ കുരിശുമരണം കൂടി കണ്ടാലേ എന്റെ ഈ ബലി പൂർത്തിയാവും.
ആന്റണി, ഐ എം സോറി ടു ആസ്ക്. നീ ഈ കേസിൽ ഇൻവോൾവ് ആണെങ്കിൽ പ്ലീസ് കൺഫെസ്. ഞങ്ങൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. എനിക്കറിയില്ല സാറേ. ഈ രാജീവ് ആരാന്നോട് എനിക്കറിയില്ല. പിന്നെ ആ വീഡിയോയുടെ അർത്ഥം എന്താ? അത് ഫിറോസ് സാർ കണ്ടുപിടിക്കട്ടെ. ഇതിപ്പോൾ എൻ്റെ കേസല്ലല്ലോ. ഫിറോസ് സാറ് പറ, എനിക്കിതിൽ പങ്കുണ്ടെന്നുള്ള 100 തെളിവ്, ഒറ്റ തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടെങ്കിൽ എപ്പോൾ തന്നെ സറണ്ടർ ചെയ്യാം. സാറ് എവിഡൻസ് വേണം, അല്ലാതെ ഏതെങ്കിലും ഒരു ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞിട്ട് തെളിവാകുമോ? എനിക്ക് തോന്നുന്നത് സാം മെന്റലി ഫിറ്റ് അല്ല. അയാൾ പണ്ട് ആന്റി ഡിപ്രസന്റ് കഴിച്ചിരുന്നു. അയാൾ ഇൻസുമാനിക്കായിരുന്നു. ആന്റണി, നിന്റെ ഈ സ്വഭാവം കാരണമാ നീ ഇപ്പോഴും ഈ സർക്കിളിൽ തന്നെ കിടന്ന് കറങ്ങുന്നേ. കൂടെ വന്നവരും പിന്നീട് വന്നവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് നോക്കിയാൽ മതി. നീ ഇപ്പോ പോ, ഞാൻ വിളിക്കാം. സാർ, ഫിറോസ്, ആ വീഡിയോന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഇല്ല സാർ, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ രാജീവ് കൊല്ലപ്പെട്ട എവിടെ വെച്ചാണെന്നോ എന്നാണെന്നോ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. ആന്റണി, ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ എത്ര നാളായി പറയുന്നു. നൗ ഈസ് ദ പെർഫെക്റ്റ് ടൈം. ഫിലിപ്പോത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഇല്ലാതാവും. ജസ്റ്റ് ഗോ ഫോർ എ ട്രിപ്പ്. ഡോക്ടർ, കേസാകെ കുഴഞ്ഞു പറഞ്ഞെടുക്കുക. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്താൽ ശരിയാവില്ല. ഞാൻ ശ്രമിക്കാം. ശ്രമിക്കാമെന്നോ? ഞാൻ എത്ര നാളായി ഇത് കേൾക്കുന്നു. ഇനി ഞാനിത് പറയില്ല. നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയൂ. എടോ, ഞാൻ അകത്ത് പോയി സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, മാഡം, ഞങ്ങളിവിടെ എത്തിയായിരുന്നു. ശ്രേയ സ്റ്റേഷനകത്തേക്ക് പോയി. ഞാനിവിടെ വാനിലുണ്ട്. ഇല്ല മാഡം, സ്റ്റേഷൻ ഇവിടെ നോക്കുമ്പോൾ നോർമലാണ്. അതെ, ഇവിടെ ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. വിദ്യ, ഞാൻ നാളെ ഒരു മെഡിക്കൽ ലീവാണേ. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി സർ? നാളെ GD മാർക്ക് ചെയ്ത് ജൂണി, ഞാൻ 2 ആഴ്ചത്തേക്ക് ലീവാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന്. സർ, സാറിനെ കാണാൻ. ഹായ് സർ, ഞാൻ ശ്രീയ, 24/7 ന്യൂസിൽ നിന്ന് സർ ഞാൻ വരുന്നത്. സർ, കുറച്ച് നേരത്തെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഐറൻ കേസിലെ പ്രതി കുറച്ച് സമയത്തിനുള്ളിൽ ഈ സ്റ്റേഷനിൽ വന്ന് ഹാജരാവുന്നായിരുന്നു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത്. അപ്പം തന്നെ ഫോൺ കട്ടായി. ഞങ്ങൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല സർ. ഏത് നമ്പറിൽ നിന്നാണ് കോൾ വന്നു? തന്റെ മൊബൈലിലേക്കാണോ കോൾ വന്നത്? അല്ല മാഡം, ഓഫീസ് നമ്പറിലേക്ക് 8156811301. The number you are trying to call is currently not reachable. ഔട്ട് ഓഫ് റേഞ്ചാ? ആരെങ്കിലും കളിപ്പിക്കാൻ വിളിച്ചായിരിക്കും. സർ, ഞങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയത്. പക്ഷേ ഈ ഓഫീസ് നമ്പറിലേക്ക് വന്നതുകൊണ്ടൊരു എന്തായാലും ഞങ്ങൾ പുറത്തേക്കാം സർ. ഓക്കെ. പ്രാങ്ക് കോളായിരിക്കും. വിദ്യ എന്തായാലും സൂര്യ വിളിച്ചിട്ട് നമ്പർ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറഞ്ഞേക്ക്. ഓക്കെ സർ. ലീവാണ്, ഇവിടെ ഉണ്ടാവണം.